സർ, കോൺഗ്രസിൽ ഈഴവ നേതാക്കൾ ഇല്ലാതാകുന്നുണ്ടോ? ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കെ സുധാകരൻ, അതോടൊപ്പം തന്നെ വി എം സുധീരൻ, ഇപ്പോൾ കെ ബാബു, അദ്ദേഹം ഇനിയിപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ല. നമുക്കറിയാം, ഇപ്പോൾ കണ്ണൂർ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള വ്യക്തിയാണ് കെ സുധാകരൻ. അതോടൊപ്പം തന്നെ നമുക്കറിയാം ആലപ്പുഴയിൽ കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്നു. അവിടെ പാർട്ടി വളർത്തിയ വ്യക്തിയായിരുന്നു വയലാർ രവി. അപ്പോൾ അങ്ങനെ ഈ സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള സകല നേതാക്കന്മാരും കോൺഗ്രസിൽ ഇല്ലാതാവുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അത് ഈഴവ എന്നുള്ളതല്ല. ഇപ്പം ഹൈന്ദവ സമൂഹത്തിലെ ഏതാണ്ടൊരു എബവ് 50% വരും ഈ ഈഴവ എന്ന് പറയുന്നത്. അതായത് ഹിന്ദുവിൻ്റെ ഭൂരിപക്ഷം ഈഴവരാണ്. അതായത് കൃത്യം പറഞ്ഞാൽ ജനസംഖ്യയിൽ കേരള ജനസംഖ്യയിൽ 22% ഈഴവരും 12% നായരും, പിന്നെ ബാക്കി 10% SC ST വിഭാഗമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പം പൊതു ഹിന്ദു ഈ ഈ ഇല്ലാതെ വരികയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ. അതിൽ ഈഴവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യമുള്ളത്. അതുകൊണ്ടാണ് നമുക്കത് ഈഴവ ഇല്ലാതാവുന്നു എന്നുള്ളത് സത്യമാണ്, തീർച്ചയായിട്ടും അതെ. അതായത് കോൺഗ്രസ് മുസ്ലിമിനാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ഈ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശന സമയത്ത് കണ്ടത്. അതായത് നമ്മളിപ്പോൾ ഒരു കോൺഗ്രസിൽ വലിയൊരു മുസ്ലിം നേതാക്കളുടെ നിരയുണ്ടോ? അല്ല, അതാ ഞാൻ പറയുന്നത്. ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ, ഹിന്ദു ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഉപദേവാലയങ്ങളുണ്ട്. മുഖ്യ ദേവാലയം മുഖ്യ ശ്രീകോവിലാണ്. നമ്മൾ മുഖ്യ ശ്രീകോവിലേക്കാണ് പോവുക. ഉപദേവന്മാരെയൊക്കെ കാണുകയെന്ന് ചോദിച്ചാൽ കാണും. ഇതുപോലെയാണ് അദ്ദേഹം കോൺഗ്രസിൽ പോയത്. അദ്ദേഹം നേരെ പോയത് അങ്ങോട്ടാണ്, മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനത്തേക്കാണ്. കോൺഗ്രസ് ചേരുന്നയാളെന്തിനാണ് മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനത്തേക്ക് പോകുന്നത്? അയാൾ കോൺഗ്രസ്സുകാരൻ്റെ ആസ്ഥാനങ്ങളിലേക്ക് പോയില്ലല്ലോ. ഇന്ദിരാഭവനിലേക്ക് പോയില്ല, ഉമ്മൻചാണ്ടി സമാധിയിലേക്ക് പോയില്ല. നേരെ മുസ്ലിം ലീഗിനെ കാണാൻ പോയി. എന്തുകൊണ്ടാണ് പോയത്? കാരണം ഈ പണ്ടത്തെ രാക്ഷസംഗതകളിനകത്ത് പറയുന്ന പോലെ രാക്ഷസൻ്റെ ജീവൻ ഇരിക്കുന്നത് ഭക്ഷിക്കാത്തതെന്ന് അയാൾക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിനെയും കേരളത്തിലെ CPM-നെയും പൊളിറ്റിക്കൽ ഇസ്ലാം ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞു. അവരുടെ മുഖം വച്ച രണ്ട് കാളകളാണ് കോൺഗ്രസും CPM-ഉം. കാളവണ്ടിക്കാരൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അത് ഇപ്പോൾ ഷാഫി പറമ്പിലാണ് കേരളത്തിലെ രാഹുൽ ഗാന്ധി. അദ്ദേഹം അങ്ങനെ ഒരു മുസ്ലിം പൊളിറ്റിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയോട് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നുകയില്ല. കാരണം ജിന്ന മതേതരവാദിയായിരുന്നു, ജിന്ന ജനാധിപത്യവാദിയായിരുന്നു, ജിന്ന ഇന്ത്യ വിഭജനത്തിന് എതിരായിരുന്നു, പാകിസ്ഥാന് ബദ്ധവിരോധിയായിരുന്നു ജിന്ന. പാകിസ്ഥാൻ വാദത്തിന് വേണ്ടി പിന്നീട് അനുകൂലിച്ചിട്ടില്ലേ? ഒരിക്കലുമില്ല, ശക്തമായിട്ട് എതിർത്തു. നെഹ്റു ഇന്ത്യ വിഭജിക്കാന്ന് പറഞ്ഞപ്പോൾ പറ്റികളെന്ന് പറഞ്ഞയാളാണ് ജിന്ന, എതിർത്തയാളാണ് ജിന്ന. അല്ലല്ല, അതിനെതിരായിരുന്നു. അദ്ദേഹം ശരിക്കും മതേതരവാദിയായിരുന്നു. പക്ഷെ എന്നിട്ട് പാകിസ്ഥാൻ വന്നപ്പോൾ ആരാണ് രാഷ്ട്രപിതാവായത്? ഇതേ ജിന്ന. അതാണ് റാഫി. അപ്പോൾ നമ്മളെ കോൺഗ്രസിനകത്ത് ബാക്കിയുള്ള എല്ലാവരെയും അദ്ദേഹം മതേതരത്വം പഠിപ്പിക്കും. അവസാനം കോൺഗ്രസ് ഷാഫിയുടെ കക്ഷത്തിലിരിക്കുകയും ചെയ്യും. അതാണ് പൊളിറ്റിക്കൽ ഇസ്ലാം. ഇത് കൃത്യമായിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് മനസ്സിലാകാത്ത കുറേ മണ്ടൻ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇപ്പോഴും കോൺഗ്രസ്സിൽ കിടന്ന് വെള്ളം കോരുകയും വിറക് വെട്ടുകയും കാള വലിക്കുന്ന പോലെ വണ്ടി വലിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും. ഇതൊക്കെ നേരത്തെ മനസ്സിലായി. ഹിമന്ത് ബിശ്വ ശർമ്മയ്ക്ക് ആസാമിൽ പച്ചയ്ക്ക് കാര്യം പറഞ്ഞിട്ട് ആൾ ഇറങ്ങിപ്പോയി. ഇപ്പോൾ പൊടി പോലും ഇല്ലല്ലോ ആസാമിൽ കാണാൻ. ഇതൊക്കെ ബീഹാറിലും UP-യിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഗുജറാത്തിലും ഇന്നലെ നടന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ അത് ചെയ്യാൻ അല്പം വൈകിയെന്ന് മാത്രം. പക്ഷേ ബോധോദയം ഉണ്ടാകും. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ, ഈ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞ് വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇപ്പോൾ BJP-ക്ക് 5 സീറ്റിൽ കൂടുതൽ കിട്ടിയാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഭരിക്കും. കൂടുതൽ കിട്ടുമോ? അന്ന് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ 5 സീറ്റിൽ കൂടുതൽ കിട്ടുമോ? 5 കൂടുതൽ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. അങ്ങനെ കിട്ടിയാൽ അടുത്ത തവണ ഈ CPM-ന്റെ പകുതിയും കോൺഗ്രസിൻ്റെ പകുതിയും BJP-യിലായിരിക്കും. BJP ഒറ്റയ്ക്ക് കേരളം. അത്രയ്ക്കൊരു ഷിഫ്റ്റ് ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു ഇപ്പോൾ കെ സുധാകരനെ ഒതുക്കിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല അഭിദൂഹങ്ങളും പരക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്തായിരിക്കാം? അദ്ദേഹത്തിന്റെ സമുദായം കൊണ്ടാണോ അദ്ദേഹം ഒതുക്കപ്പെട്ടത്? അദ്ദേഹം ഈ സമുദായത്തിലായതുകൊണ്ടായിരിക്കും അദ്ദേഹം ഒതുക്കപ്പെട്ടത്? അതുകൊണ്ട് മാത്രമല്ല, പൊതുവെ ഹിന്ദുക്കൾ ഒതുക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി അദ്ദേഹം ഒതുക്കപ്പെട്ടു എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സമുദായം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മതമാണ് അതിനകത്ത് കാര്യം. ഇതവർക്കറിയാം, ഇത് കോൺഗ്രസ്സുകാർക്കറിയാം, ഇത് കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാം. അതുകൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയാകാൻ നിൽക്കുന്നവരെല്ലാവരും തന്നെ അതേ മതത്തിൽപ്പെട്ടവർ തന്നെയാണല്ലോ കോൺഗ്രസ്. അതെ. എന്നാലും അവർക്കറിയാം ഇതിനധികം കാലം ഇല്ല എന്നുള്ളത്.
ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സിറ്റിംഗ് MLA നാട്ടികയിലെ മുകുന്ദൻ താമരയെ മത്സരിക്കുന്നു. നേരത്തെ പഴയ MLA ആയിരുന്ന കെ അജിത്ത് വൈക്കം താമരയെ മത്സരിക്കുന്നു. എസ് രാജേന്ദ്രൻ CPM MLA മുൻ MLA താമരയെ മത്സരിക്കുന്നു. ഇപ്പോൾ ഒരു മടിയില്ലല്ലോ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള ഒഴുക്കല്ലേ. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ആൾ കഴിഞ്ഞ തവണ സോണിയാഗാന്ധിയുടെ കൂടെ എന്നെ വണ്ടിയെ കയറ്റിയില്ല എന്ന് പറഞ്ഞ ആൾ ഇപ്പം ഞാൻ മോദിയുടെ കൂടെ വണ്ടിയെ കയറിയത് കണ്ടോ എന്ന് ചോദിക്കുന്നു തൃശ്ശൂരെ. അപ്പോൾ ഇതൊരു വലിയ കാര്യം തന്നെയാണ്. ഈ മാറ്റം എല്ലാവരും ശരിക്കും പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഹിന്ദുക്കളും കോൺഗ്രസ് പാർട്ടിയിലെ ഹിന്ദുക്കളും എപ്പോൾ BJP ചേരണമെന്ന് അറിയാൻ വേണ്ടി കൃത്യമായി കാത്തിരിക്കുകയാണ്. ഗംഭീര ഷിഫ്റ്റ് ആയിരിക്കും, അസാം മോഡൽ ഷിഫ്റ്റ് ആയിരിക്കും വരാൻ പോകുന്നത് കേരളത്തിൽ. ഇപ്പോൾ BJPക്ക് അപ്പോൾ ഒറ്റയ്ക്ക് ഭരണം പിടിക്കാനുള്ള ഒരു കരുത്തുണ്ടാവുമോ ആ ഒരു വരുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ 5 സീറ്റിൽ കൂടുതൽ BJP ജയിച്ചാൽ അടുത്ത തവണ BJP കേരളത്തിൽ ഒറ്റയ്ക്ക് ഭരണം പിടിക്കും. അവിടെ ഈ പറഞ്ഞ CPMഉം കോൺഗ്രസും ഇല്ലാതെയാവും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പിന്തുണയ്ക്കുന്ന കുറേ കോൺഗ്രസ്സുകാരും കുറേ CPMകാരും അവിടെ നിൽക്കും. ബാക്കി യഥാർത്ഥ ഹിന്ദുക്കളായിട്ടുള്ള യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ യഥാർത്ഥ കോൺഗ്രസ്സുകാരും BJPയിലെത്തും. കാരണം ഈ വഞ്ചന അവർക്ക് മനസ്സിലാവും അപ്പോഴേക്കും. അപ്പോൾ BJPക്ക് അത്രമാത്രം ഒരു ആധിപത്യം കേരളത്തിൽ ഉണ്ടാവും. അതായത് ഞാൻ പറഞ്ഞ ത്രഷോൾഡ് വെള്ളം തിളയ്ക്കുന്ന പോലെയാണ്. വെള്ളം ചൂടായി വരുമ്പോൾ നമുക്ക് ക്ഷമ കിട്ടും, ഇതെൻ്റെ തിളയ്ക്കാത്തതെന്ന്. പക്ഷെ തിളയ്ക്കുന്ന ഒരു പോയിൻ്റ് ഉണ്ട്, 100 ഡിഗ്രി. ആ 100 ഡിഗ്രിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തിള നിൽക്കുകയില്ല. ഇതുപോലെയാണ് എല്ലാ സ്റ്റേറ്റിലും. ഇതുപോലെയായിരിക്കും BJPയുടെ വളർച്ച കേരളത്തിൽ? തീർച്ചയായിട്ടും. കാരണം ഇതുപോലെയാണ് ഗുജറാത്തിൽ വളർന്നത്, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, UPയിൽ, ബീഹാറിൽ, ഈവൻ മഹാരാഷ്ട്രയിൽ, അവിടെ എല്ലാം BJP വളർന്നത് ഇതുപോലെയാണ്. പതുക്കെ കയറി വന്ന് കാലഘട്ടങ്ങൾ എടുത്തതിന് ശേഷം ഒരൊറ്റ പിടുത്തമാണ്. അത് തന്നെ കേരളത്തിലും വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ അത്രമാത്രം ഒരു വളർച്ച BJPക്ക് കൈവരിക്കാൻ ആകുമെന്ന് BJPയുടെ നേതാക്കൾ വിശ്വസിക്കുന്നുണ്ടോ? നേതാക്കന്മാർ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്. നേതാക്കന്മാർക്ക് ഇതിൻ്റെ കണക്കുകൂട്ടൽ വളരെ കൃത്യമാണ്. കാരണം ഇതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഇവിടുത്തെ ഓരോ ഗ്രാമങ്ങളെ നിരീക്ഷിച്ചു. പക്ഷേ ഈ ഹിന്ദു സമൂഹത്തിലെ ഒരു 10-20% മാത്രമല്ലേ ഇന്നും BJPക്ക് വോട്ട് ചെയ്യുന്നവരുള്ളൂ? അത് ധാരാളം മതി. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് 15% ഇന്ത്യക്കാർ മാത്രമാണ്. 85% ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും ഭരിക്കുന്നതിന് എന്താ കുറ്റമെന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ കേരള ഹിന്ദുവിൻ്റെ ഒരു 25% മതി, ധാരാളം മതി. അതെ, ബാക്കിയുള്ളവർ എവിടെയെങ്കിലും ആയിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ കേരളം അങ്ങനെ സമ്പൂർണ്ണമായിട്ട് കാവ്യ വിതയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്നാണ് BJPയുടെ ഒരു കണക്കുകൂട്ടൽ. പക്ഷേ നമുക്കറിയാം പല BJPയുടെ കണക്കുകൂട്ടലും തെറ്റിപ്പോവുകയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ അടക്കം വലിയൊരു മുന്നേറ്റമൊന്നും BJPയെ കൊണ്ട് നടന്നിട്ടില്ല. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമേ മുന്നേറ്റം നടന്നിട്ടുള്ളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം ഒരു 10 മണ്ഡലങ്ങളിൽ മാത്രമാണ് നിർണായക സ്വാധീനമുള്ളത്. അപ്പോൾ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് കേരളം മൊത്തത്തിൽ ഹൈജാക്ക് ചെയ്യാൻ BJPയുടെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം കൊണ്ട് കഴിയുമോ യഥാർത്ഥത്തിൽ? അതിൻ്റെ കൃത്യമായ വഴി ഞാൻ പറഞ്ഞുതരാം. ഒരു ത്രികോണ മത്സരം എന്നുള്ളത് സത്യസന്ധമായിട്ടാണെങ്കിൽ BJPക്ക് ഇപ്പോഴും ജയിക്കാം. കാരണം 20% വോട്ട് BJPക്കുണ്ട്. CPIയുടെയും കേരള കോൺഗ്രസ് പാർലമെന്റ് ഇലക്ഷനിലല്ലേ 20% ഉള്ളത്, 19% ഉള്ളത്? എപ്പോഴാണേലും നിയമസഭയിലെ 16% ആയിരുന്നില്ല. എപ്പോഴെങ്കിലും ഒരു 20% ഉണ്ട് എന്ന് പറയുമ്പോൾ അത് CPIയുടെയും മുസ്ലിം ലീഗിൻ്റെയും കേരള കോൺഗ്രസുകളുടെയും ആകെ ശതമാനമാണെന്ന് ഓർക്കണം. അവർക്കെല്ലാവർക്കും കൂടി എത്രമാത്രം MLAമാരും MPമാരും മന്ത്രിമാരും ഉണ്ട്. 20% വോട്ടുള്ള BJPക്ക് ഇതൊന്നും ഇല്ലല്ലോ. പക്ഷേ ഈ ഭാഗം അങ്ങോട്ട് കടന്നാൽ 20-22 മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഷിഫ്റ്റ് വളരെ പെട്ടെന്നായിരിക്കും. ഇത് എല്ലാ സ്റ്റേറ്റിലും BJP വളർന്നു വന്നത് ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിലെ ഈ BJPയുടെ ഈ വളർച്ച ഇതേ സ്കെയിലിൽ മുന്നോട്ട് പോയാൽ അടുത്ത നിയമസഭാ ഇലക്ഷനിലാകുമ്പോഴേക്കും കേരളം പിടിക്കാം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കണക്കൂട്ടലാണ് BJPയുടെ നേതാക്കന്മാർക്കൊക്കെ ഉള്ളത്. അപ്പോൾ എന്നിരുന്നാലും ആ ഒരു കണക്കൂട്ടലും വ്യക്തമായ ഒരു ഫോക്കസും ഉള്ള ഒരു പാർട്ടിയാണല്ലോ BJP. അതുകൊണ്ടാണ് 2 സീറ്റിൽ നിന്നുകൊണ്ട് ഇന്ന് ഇന്ത്യ ഭരിക്കാൻ കഴിയുന്നത്. അപ്പോൾ അതേ മോഡലിൽ തന്നെ കേരളം പിടിക്കാൻ BJPക്ക് ആകും എന്നുള്ള ആ ഒരു BJP നേതാക്കളുടെ ദൃഢ നിശ്ചയത്തെ, വിശ്വാസത്തെ നമ്മൾ അഭിനന്ദിച്ചേ മതിയാകും അല്ലേ?